Good morning. Yes. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു റേഡിയോളജിയെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയായിരുന്നോ? ഇവിടെ വരെ നമ്മൾ പറഞ്ഞത് മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ അല്ലെ? നമ്മൾ റേഡിയോളജിയിൽ നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ എന്താ പറഞ്ഞേ? ഫോർ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? രണ്ടാമത്തെ ഫോർ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? മൂന്നാമത്തത് പറഞ്ഞത് ഫോർ പബ്ലിക് അല്ലെ? ഫോർ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെയാണ് പറഞ്ഞത്? ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ് അല്ലെ? എക്സ്റേ അല്ലെങ്കിൽ CT ആ ഡോസ് കറക്റ്റ് അളവില് നൽകണം. ഷീൽഡിങ് ഓഫ് പേഷ്യന്റ് പാർട്സ്, പേഷ്യന്റിന്റെ ഭാഗം എന്ത് ചെയ്യണം? ഷീൽഡ് ചെയ്യണം, മറയ്ക്കണം. Then periodic calibration of machines and quality control. മെഷീൻസുകൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. Reduce the time spent near the X-ray source. X-ray sourceന്റെ അടുത്ത് ചെലവാക്കുന്ന സമയം അത് കുറയ്ക്കണം. ഇത്രയാണ് ഫോർ പേഷ്യന്റിന് പറഞ്ഞത്. അടുത്ത നോക്കിയാൽ ഫോർ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ ചെയ്യാം? Adequate distance between machine and control panel is എത്രയാ? TMT. അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ adequate distance between machine and control panel? എത്രയാ? 3 meter. നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. ഒരു ഡിവൈസ് ആണ്, ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു ഡിവൈസ് ആണ്. എക്സ്റേയുടെ ആ ഡോസിനെ, എക്സ്റേയുടെ സെറ്റിംഗ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ്. ബോക്സ് പോലെ ഇരിക്കുന്ന ഒരു ഡിവൈസ്. അതിനകത്ത് സ്വിച്ചുകളൊക്കെ ഉണ്ടാവും. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. A device that allows the user to control the setting of the X-ray. X-rayയുടെ സെറ്റിംഗ്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. മെഷീനും കൺട്രോൾ പാനലും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 meter എന്ന് പറഞ്ഞു. പിന്നെ എന്താ അടുത്തത്? ലീഡ് അപ്രോൺ ഗ്ലൗസ് ആൻഡ് ഗോഗിൾസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റിനെ നമ്മൾ എക്സ്റേ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന ആ സമയത്ത്, പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത് ഏതാണ്? ലീഡ് അപ്രോൺ, ഉപരിവസ്ത്രങ്ങള്, കയ്യുറകള്, കണ്ണടകളൊക്കെ ധരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഡോസിമീറ്റർ പറഞ്ഞത്, അതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഡാഷ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ exposure to ionizing radiation over a given period. ഏതാണ് ഇൻസ്ട്രുമെന്റ്? റേഡിയേഷന്റെ അളവൊക്കെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഡോസിമീറ്റർ. പിന്നെ അടുത്തത് മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവരി മന്ത്. എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പോഷർ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ? അല്ലേ? നെക്സ്റ്റ് ഫോർ പബ്ലിക്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനിഷ് ആക്കിയതല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഫോർ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് എന്താ? അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരെയായിരിക്കണം. എല്ലാവരും പോകുന്ന ഒരു കോമൺ പാത്തില് അവിടെ കൊണ്ടുവന്നൊക്കെ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് വെക്കുകയാണെങ്കിൽ ഭയങ്കര ക്രൗഡായിരിക്കും അല്ലെ? തിരക്കായിരിക്കും. പൊതുവഴിയില് അവിടെയൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഭയങ്കര തിരക്ക് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണ ആളുകളുടെയൊക്കെ തിരക്ക് വരും. പിന്നെ അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക്, അതിൽ നടന്നു പോകുന്ന പബ്ലിക്കിന്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യാട്ടോ. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഹൈലി റേഡിയേഷൻ ഒക്കെ നടക്കുന്ന. അപ്പൊ അതിൽ കൂടെ നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ട ആളുകൾ മാത്രം ആ ഒരു ഏരിയയിലേക്ക് ചെന്നാൽ മതിയല്ലോ. അല്ലാത്ത ഒരു ജനറൽ ട്രാഫിക്കിൽ നിന്നും എന്താ കുറച്ച് ദൂരെ ആയിരിക്കണം. എന്നിട്ട് വേറെ ആരും അങ്ങോട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നവര് മാത്രം പോയാൽ മതിയല്ലോ. അതുകൊണ്ട് അപ്പൊ എന്താ ആളുകളുടെ സംരക്ഷണമാണ്. ആ ഹൈലി റേഡിയേഷനിൽ നിന്ന് ആളുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതാ അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരെ ആയിരിക്കണം. രണ്ടാമത് നോക്കിയാൽ യൂസ് വാർണിംഗ് ബോർഡ്. അവിടെ വാർണിംഗ് ബോർഡുകൾ സ്ഥാപിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റേഡിയോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞു ഇതിനകത്ത് അല്ലെ? വാർണിംഗ് ബോർഡുകൾ എന്താ? ഡേഞ്ചർ എന്ന് പറഞ്ഞ് കാണിക്കാം, അല്ലെങ്കിൽ ഹൈലി റേഡിയേറ്റഡ് ഏരിയ എന്ന് കാണിക്കാം,
അല്ലെങ്കിൽ കൺട്രോൾഡ് ഏരിയ എന്ന് കാണിക്കാം. അങ്ങനെ ആളുകൾക്ക് ഒരു വാണിംഗ് കൊടുക്കുന്ന വാണിംഗ് ബോർഡുകൾ ഉപയോഗിക്കണം. പിന്നെ അങ്ങനെ പല ഇതും നമുക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്താ വാണിംഗ് ബോർഡ് എന്താ, ആ ആളുകൾക്ക് ഒരു അവയർനെസ് കിട്ടണം. അത് ഹൈലി എന്താണ് റേഡിയേഷൻ ഏരിയ ആണ്, അവിടെ നമുക്ക് പ്രവേശനം ഇല്ല, അല്ലെങ്കിൽ നോ എൻട്രി, അല്ലെങ്കിൽ കൺട്രോൾഡ് ഏരിയ, ഡേഞ്ചർ, പ്രഗ്നന്റ് ലേഡീസിനൊക്കെ അങ്ങോട്ടേക്ക് എന്താ പറയാ ആ ഒരു ഇതിന്റെ ഭാഗം അല്ലാതെ ആളുകൾക്കൊന്നും അങ്ങോട്ട് പ്രവേശനം ഇല്ല. ഡു നോട്ട് എൻറ്റർ ദ റെഡ് ലൈറ്റ് ഈസ് ഓൺ. പിന്നെ അതുപോലെ തന്നെ അത് പറയുന്നുണ്ട് ഇതിനകത്ത് അടുത്ത് പോയിട്ടില്ല, ആ റെഡ് ലൈറ്റ് ഓൺ ആയി അവിടെ കിടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം ഇല്ല. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വാണിംഗ് ബോർഡുകൾ ഉപയോഗിക്കണം എന്നാ പറഞ്ഞേക്കണേ. എന്തിനു വേണ്ടിയാ? ഇത് ആളുകളുടെ ആ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കി, യെല്ലോ ഗ്ലോ സൈൻ ഫോർ റേഡിയേഷൻ ഏരിയ. ഇവിടെ കാണിച്ചുണ്ട് താഴെ കണ്ടോ, കോഷൻ, ഹൈ റേഡിയേഷൻ ഏരിയ, അങ്ങനെയുള്ള യെല്ലോ ഗ്ലോ സൈൻ, തിളങ്ങുന്ന രീതിയിലുള്ള സൈനുകള് റേഡിയേഷൻ ഏരിയയിൽ കൊടുക്കുന്ന കോഷൻ, ഹൈ റേഡിയേഷൻ ഏരിയ, അങ്ങനെയുള്ള യെല്ലോ ഗ്ലോ സൈൻസ്. ഗ്ലോ എന്ന് വെച്ചാൽ തിളങ്ങുക എന്നുള്ളത്, സൈൻ ഫോർ റേഡിയേഷൻ ഏരിയ. പിന്നെ അടുത്ത പോയിന്റ് നോക്കിയേ, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ് ആർ ക്ലിയർലി സീൻ ആൻഡ് ലിറ്റ്. ലിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രകാശിക്കുക, LIT, പ്രകാശിക്കുക. When the X-ray machine behind the leader door is discharging radiation to prevent unintentional entry into the room without wearing radiation protection. Unintentional എന്ന് വെച്ചാൽ എന്താ? മനഃപൂർവമല്ലാത്ത യൂണി-ഇന്റൻഷൻ, മനഃപൂർവമല്ലാത്ത. അവിടെ എന്താ പറഞ്ഞേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, റേഡിയോളജിയിലൊക്കെ ചെല്ലുമ്പോൾ അതിന്റെ ആ ഡോറിന്റെ മുകളിലായിട്ട് നമ്മൾ റെഡ് ലൈറ്റ് കത്തിക്കിടക്കുന്ന അവിടെ ലൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ റേഡിയോളജിയില് അവിടെ പേഷ്യൻസിനെയൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് എന്താ, ആ ലൈറ്റ് ഓൺ ആവും, ആ റെഡ് ലൈറ്റ് തെളിഞ്ഞു കിടക്കും. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവിടെ ഓൾറെഡി റേഡിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് പ്രവേശനം ഇല്ല എന്നുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാ? പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അത് തന്നെയാണ് ആ പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി സീൻ ആൻഡ് ലിറ്റ് when the X-ray machine behind the leader door is discharging radiation. കണ്ടോ, ആ ഡോറ്, നമ്മുടെ ആ റേഡിയേഷൻ, ആ റേഡിയോളജി റൂമിന്റെ ആ ഡോറിന്റെ പിറകില്, ബിഹൈൻഡ്, പിറകിൽ എന്തുണ്ട്? ഡിസ്ചാർജിങ് റേഡിയേഷൻ എമിറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ അതിന്റെ പുറകില് ഹൈലി റേഡിയേഷൻ ഉണ്ട്, റേഡിയേഷൻ എമിറ്റ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് എന്തിന് തടയുന്നതിന് വേണ്ടിയിട്ടാ? ടു പ്രിവെന്റ് യൂണി-ഇന്റൻഷണൽ എൻട്രി ഇൻടു ദ റൂം വിത്തൗട്ട് വിയറിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ ആ റൂമിലേക്ക് മനഃപൂർവ്വമല്ലാതെ ആളുകളുടെ പ്രവേശനം തടയുന്നതിന് വേണ്ടിയിട്ട് ആ ലൈറ്റുകൾ അവിടെ ഉണ്ട്. ആ ലൈറ്റ് അവിടെ ഓൺ ആണെങ്കിൽ, പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവിടെ റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അപ്പൊ അത് ആ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങള്? ലീഡഡ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഡോർ, ആ ഡോറില്ലേ, അതിന്റെ പിറകില് റേഡിയേഷൻസ്. അപ്പൊ അതായത് ആ ഡോറ് തുറന്നു കഴിഞ്ഞാല് എന്താ? അവിടെ റേഡിയേഷൻ ഉണ്ട്, അതാ ഉദ്ദേശിക്കുന്നത്. Behind the leader door is discharging radiation. Highly radiation ആ ഡോറിന്റെ പിറകില് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള മീനിങ്. അപ്പൊ നമ്മൾ ആരും അങ്ങോട്ടേക്ക് ആ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ മനഃപൂർവ്വമല്ലാത്ത പ്രവേശനം തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ എക്സ്റേ മെഷീനിൽ നിന്നുള്ള അവിടെ ആ റേഡിയേഷൻസ് ആ ഡോറിന്റെ പിറകിലുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡോറ് തുറന്ന് ആരും അകത്തേക്ക് പ്രവേശിക്കരുത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മള് ഫോർ പബ്ലിക്കിന്റെ 4 പോയിന്റ്സ് പറയുന്നേ. അതിന്റെ ഡോറ്, അതാണ് മെയിൻ ഡോർ എന്നുള്ള മീനിങ് തന്നെയാ പറഞ്ഞേക്കുന്നത്.
അതിന്റെ പിറകെല് എന്തുണ്ട്, എക്സ്റേ ഒക്കെ ചെയ്യുമ്പോൾ ഹൈലി റേഡിയേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഒന്നും ധരിക്കാതെ പെട്ടെന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, ആ ഡോറിന്റെ മുകളിലായിട്ട് ലൈറ്റ് തെളിയും. റെഡ് ലൈറ്റ് ആണ്, ആ ലൈറ്റ് അവിടെ തെളിഞ്ഞു നിൽക്കുന്നു, തെളിയും. അപ്പൊ ആ ലൈറ്റ് തെളിയുമ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അവിടെ നമുക്ക് പ്രവേശനമില്ല, അവിടെ റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് പ്രവേശിക്കാൻ പാടില്ല. അത് അങ്ങനെ ആ ഒരു ഇത് നമുക്ക് അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 4 പോയിന്റ്സ് അതിനകത്ത് പറയുന്നത് കേട്ടോ. ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരെ ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഈ വാർണിംഗ് ബോർഡുകൾ ഉപയോഗിക്കണം. യെല്ലോ ഗ്ലോ സൈൻ റേഡിയേഷൻ ഏരിയയിൽ ആ യെല്ലോ നിറത്തിലുള്ള തിളങ്ങുന്ന സൈൻ ബോർഡുകൾ അവിടെ ഉപയോഗിക്കണം. പിന്നെ അടുത്തത് ലാസ്റ്റ് പറഞ്ഞിരുന്നത് എന്താണ്, ആ ലൈറ്റിന്റെ കാര്യം. ആ ഡോറിന്റെ മുകളിലായിട്ട് അവിടെ ലൈറ്റ് പ്രകാശിക്കും. അപ്പൊ ആ ലൈറ്റ് കാണുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുക, അവിടെ ഹൈലി റേഡിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടേക്ക് ആരും പ്രവേശനം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, എക്സ്റേ റേഡിയോളജിയിലൊക്കെ നിങ്ങൾ പോകുമ്പോ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. അങ്ങനെയുള്ള ബൾബുകൾ ഉണ്ടാവും എന്നൊക്കെ നോക്കുക. ആ ബൾബ് ഓൺ ആയി കഴിയുമ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കിയാൽ ലാസ്റ്റ് ഒരു ചെറിയ സെക്ഷൻ കൂടെ ഉള്ളൂ. ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. ഇനി അഡ്മിനിസ്ട്രേഷൻ, എന്താ പറയാ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഭരണം ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ, ഇത്രയും താഴെ പറയുന്ന കാര്യങ്ങൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. അഡ്മിനിസ്ട്രേഷൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. എന്തൊക്കെയാന്ന് നോക്കിയാൽ ഫസ്റ്റ് പോയിന്റ്, enlarging and consenting all radiology department policies and courses of action for the radiology department. അതായത് നമ്മള് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പോളിസികളും നടപടികളും ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പോളിസികളും കോഴ്സ് ഓഫ് ആക്ഷൻ, ആ പ്രൊസീജിയറുകളും അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത്. ഇനി നോക്കിയേ, എൻലാർജ് എന്നുള്ള മീനിങ് എന്താ, ഡെവലപ്പ് ചെയ്യുക എന്ന് കേട്ടോ. ഡെവലപ്പ് ചെയ്യുക. കൺസെന്റിങ് എന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്യുക, വികസിപ്പിക്കുകയും അപ്രൂവ് ചെയ്യുകയും ചെയ്യുക. എല്ലാ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസികളും പ്രൊസീജിയറുകളും ഡെവലപ്പ് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, appointment system for ward patient should be so planned that inpatient need not have to wait excessively. Appointment system for ward patient. അപ്പൊ അവിടെ ഓൾറെഡി അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ലേ, വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ്, അവർക്കുടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം സോ പ്ലാൻ നന്നായിട്ട് ആസൂത്രണം ചെയ്യണമെന്ന്. That inpatient need not have to wait excessively. അവിടെ ഓൾറെഡി അഡ്മിറ്റ് ആയിരിക്കുന്ന ഇൻപേഷ്യൻസിന് അധിക സമയം അവിടെ ചെലവഴിക്കാത്ത രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻഡ് ആയിരിക്കണം, പ്ലാൻ ചെയ്യണം, ഇതുപോലെ ആസൂത്രണം ചെയ്യണം. ഇപ്പൊ അവിടെ അഡ്മിറ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തീരെ വയ്യാഞ്ഞിട്ടാണല്ലോ അവിടെ അഡ്മിറ്റ് ആകുന്ന ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവര് അധികം സമയം എക്സസീവ്ലി എന്ന് വെച്ചാൽ അമിതമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. അത് അങ്ങനെ നമ്മള് വാർഡ് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് ആസൂത്രണം ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള അഡ്മിറ്റ് ആയിട്ടുള്ളവരെ അധികം സമയം അവിടെ എന്ത് ചെയ്യും, അമിതമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. ആ രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻ ചെയ്യണം. ഇനി നോക്കിയ രണ്ടാമത്തെ പോയിന്റ് എന്താ, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റലിലെ നയങ്ങൾ അനുസരിച്ച്, പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ഫോളോ ചെയ്യണം, അതനുസരിച്ച് പിന്തുടരണം. ആ ടൈമിംഗ് ഉണ്ടല്ലോ, അത് ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഫോളോ ചെയ്യണം. ഇതൊന്ന് ഡാഷ് ഇട്ട് വെച്ചേരെ കേട്ടോ, അവിടെ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ദ ഡാഷ്, എന്തനുസരിച്ച് വേണം ടൈമിംഗ് ഫോളോ ചെയ്യാൻ, അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി. അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ അത്.
Department timing are followed according to the hospital policy. ഇനി നോക്കിയേ third point എന്താ? Non essential waiting time should be averted. Avert ചെയ്യാന്ന് വെച്ചാൽ prevent, ഒഴിവാക്കുക എന്നുള്ളത്. ഒഴിവാക്കുക, അവോയ്ഡ് എന്നുള്ള മീനിങ് കേട്ടോ, ഒഴിവാക്കുക. നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവേർട്ടഡ്. അതായത് അധികമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്, നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യമല്ലാത്ത വെയിറ്റിംഗ് ടൈം ഒക്കെ അവിടെ ഒഴിവാക്കണം. നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവേർട്ടഡ്. അടുത്ത നോക്കിയേ, പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രതിരോധ നടപടികള്, മെയിൻ്റെനൻസുകള് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ചെയ്യണം. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. മെഷീൻസിന്റെയും മെഷീനുകളുടെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ്. അടുത്ത നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ്, ഫിഫ്ത് വൺ. ദ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് അറ്റൈൻ ആൻ effective working relationship with the medical staff, the administration and other hospital departments and services. Radiology department must maintain an effective working relationship. നല്ലൊരു effective, ഒരു ഫലപ്രദമായിട്ടുള്ള, effective ഫലപ്രദമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു തൊഴിൽ സംബന്ധമായിട്ടുള്ള ഇതാണ് പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക എന്നുള്ളത്, പ്രിവെന്റ് ചെയ്യുക, തടയുക എന്നുള്ളത്. In radiology department must maintain an effective എന്ന് വെച്ചാൽ ഫലപ്രദമായിട്ടുള്ള ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. വിത്ത് ആരുമായിട്ടാ? മെഡിക്കൽ സ്റ്റാഫ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സർവീസസ്. ഇവര് തമ്മിലൊക്കെ മെഡിക്കൽ സ്റ്റാഫുമായിട്ട്, അഡ്മിനിസ്ട്രേഷനുമായിട്ട്, ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട്, സർവീസുകളുമായിട്ട് ഒക്കെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. Assessment of the quality and the exactness of radiology services. Assess ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിലയിരുത്തുക. അസസ്മെന്റ് അറിയില്ലാത്തവര്, തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ മീനിങ് ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ ഒരു ഇത് വേണ്ട. അസസ്മെന്റ് എന്ന് വെച്ചാൽ വിലയിരുത്തുക, അസസ് ചെയ്യുക. ഓഫ് ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ്. എക്സാക്ട്നെസ് എന്ന് വെച്ചാൽ കൃത്യത, കൃത്യത, കൃത്യത. Assessment of the quality and the exactness of radiology services. റേഡിയോളജി സർവീസിന്റെ ക്വാളിറ്റിയും, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗുണനിലവാരം, ഗുണനിലവാരവും കൃത്യതയും വിലയിരുത്തുക, വിലയിരുത്തുന്നു, വിലയിരുത്തുക എന്ന് പറയും. അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടതാട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്ന കാര്യമാണ്. റേഡിയോളജി സർവീസിന്റെ ഗുണനിലവാരവും കൃത്യതയും വിലയിരുത്തുക. അടുത്ത നോക്കി, ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. എല്ലാ റിപ്പോർട്ട്സും ആര് സൈൻ ചെയ്യണം? റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. എല്ലാ റിപ്പോർട്ടുകളും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? റേഡിയോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ ഡോക്ടർ ആണ് കേട്ടോ. മെഡിക്കൽ ഡോക്ടർ. ഇവിടെ താഴെ റേഡിയോഗ്രാഫർ പറയുന്നുണ്ട്. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടർ ദാറ്റ് സ്പെഷ്യലൈസ് ദ ഡയഗ്നോസ് ആൻഡ് ട്രീറ്റിംഗ് ഇഞ്ചുറി ഓർ ഡിസീസ്. മെഡിക്കൽ ഡോക്ടർ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. റേഡിയോളജിസ്റ്റ് ആർ medical doctors, medical doctors that specialize in diagnosing and treating injuries and disease using medical imaging.
using medical imaging. Okay. ഇപ്പൊ എല്ലാ റിപ്പോർട്ടും ഇപ്പൊ നോക്കുക, റേഡിയോളജിസ്റ്റ് എല്ലാ റിപ്പോർട്ടും സൈൻ ചെയ്യണം എന്നുള്ളത്. റേഡിയോളജിസ്റ്റ് മെഡിക്കൽ ഡോക്ടറാണ് കേട്ടോ. ഡയഗ്നോസിസിലും ട്രീറ്റ്മെന്റിലും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത ഒരു മെഡിക്കൽ ഡോക്ടർ, ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതെന്തൊക്കെയാണെന്നൊക്കെ കണ്ടെത്താനും ഒക്കെ കഴിവുള്ള ഒരു മെഡിക്കൽ ഡോക്ടറാണ് റേഡിയോളജിസ്റ്റ്. എല്ലാ റിപ്പോർട്ടും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, there should be a well trained and registered radiographers. അവിടെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കണം. ഒരു വട്ടം കൂടി പറയണോ? ഇതാണോ റേഡിയോളജിസ്റ്റ്? ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണമെന്നില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടറാണ്. റേഡിയോളജിസ്റ്റ് ആർ മെഡിക്കൽ ഡോക്ടേഴ്സ്. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ഡോക്ടേഴ്സ് ദാറ്റ് സ്പെഷ്യലൈസ് ഇൻ ഡയഗ്നോസിംഗ് ആൻഡ് treating injuries and disease using medical imaging. മെഡിക്കൽ ഇമേജിംഗ്, അതായത് റേഡിയോളജി ഉപയോഗിച്ച് ആ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് രോഗങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഒക്കെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡോക്ടറാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ റിപ്പോർട്ടും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? there should be a well trained and registered radiographers. റേഡിയോഗ്രാഫേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്ട്രേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കണം. റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞ ആരാണ്? അത് ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ്, അവിടുത്തെ സ്റ്റാഫ് പോലെ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്. Radiographers are the technical specialist. That deliver deliver and facilitate most radiological procedures. They are medical doctor അല്ല. ഇത്രയും മനസ്സിലാക്കാം. ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. Radiographers are the technical specialists that deliver and facilitate most radiological procedures. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടറാണ്. ഇവരാരാ? ഒരു ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്. അത്രയും മനസ്സിലാക്കുക. അവര് റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താ മെഡിക്കൽ ഡോക്ടർ ആവണമെന്നില്ല. ഇസ് നോട്ട് a medical doctor. Radiographers are the technical specialist that deliver deliver and facilitate facilitate most radiological procedures. ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ആ ഡിഫറൻസ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഡെഫിനിഷൻ ആയിട്ടൊന്നും ബൈഹാർട്ട് ചെയ്തൊന്നും പഠിക്കണ്ട നിങ്ങൾക്ക്. ഇറ്റ്സ് നോട്ട് എ മെഡിക്കൽ ഡോക്ടർ. പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ ഡിഫറൻസ് എന്നൊന്ന് മനസ്സിലാവണമല്ലോ, അത്ര മാത്രം മതി. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ഡോക്ടർ ആണെന്ന് മനസ്സിലാക്കുക. റേഡിയോളജിയിലൊക്കെ നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡോക്ടറാണ്. റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ മെഡിക്കൽ ഡോക്ടർ. മെഡിക്കൽ ഡോക്ടർ അല്ല, അതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളവരാണ്. ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് അവര്. സ്റ്റാഫുകൾ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ്. നോക്കിയേ,
അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, അവിടെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ കോൾ ഓൾ ടൈം. ഏത് ടൈമിലും നമുക്ക് വിളിച്ചാൽ അവൈലബിൾ ആവുന്ന രീതിയിലുള്ള ഒരു റേഡിയോഗ്രാഫേഴ്സ് എല്ലാ സമയത്തും റേഡിയോളജിയിൽ എന്തുണ്ടായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് one should be available on call all time. ഏത് ടൈമിലും നമ്മൾ ഒരു റേഡിയോഗ്രാഫർ എങ്കിലും അവിടെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ദ സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻ ഓഫ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. അവിടെ എക്സ്പാൻഡഡ് ഫോം ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. ആൻഡ് ദ ഡിവിഷൻ ഓഫ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും ഉണ്ട്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഷുഡ് ബി ക്ലൗഡ് ടു. എന്താ പറഞ്ഞേക്കുന്നത്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും നിയന്ത്രണവും. ദ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നിലവാരം, റെഗുലേഷൻസ് നിയന്ത്രണം. The standard and the regulation of Atomic Energy Regulatory Board. The Atomic Energy Regulatory Board in the standardum നിലവാരവും നിയന്ത്രണവും. And the division of radiological protection. Radiological protectionന്റെ ആ ഡിവിഷനും എന്തനുസരിച്ച് വേണമെന്നാ പറഞ്ഞേക്കുന്നത്, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഷുഡ് ബി ക്ലൗഡ് ടു. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതിനകത്തൊന്നും നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, രണ്ട് എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. രണ്ട് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം നിങ്ങൾക്ക് എക്സാമിൽ. എങ്ങനെയായാലും ഒരു 4 or 5 എക്സ്പാൻഡഡ് ഫോം ഇതിന്റെ ഒരു പേപ്പറിൽ ചോദിക്കാറുണ്ട്. ഏതാ നമുക്ക് ചോദിക്കാന്ന് അറിയില്ല, അതുകൊണ്ട് അതുകൂടി ആ രണ്ട് എക്സ്പാൻഡഡ് ഫോമും ഒന്ന് നോട്ട് ചെയ്തിടാം. AERBയും BARC. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ BARC. AERB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. AERB തൊട്ട് മുന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അപ്പൊ അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്, ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, അത്രയും പോയിന്റ്സുകളാണ് അതിനകത്തുള്ളത്. അതോടുകൂടി ആ ചാപ്റ്റർ കഴിഞ്ഞു. നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ റേഡിയോളജി? നല്ല ചാപ്റ്റർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റി. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയറ്ററി സർവീസ് ആണ്. തേർഡും ഫോറും ഒന്നുകൂടി പറയണോ? തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്. ഓക്കെ, പറയാലോ. പറയാം. തേർഡ് പോയിന്റ് എന്താന്ന് നോക്കിയേ, നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അതായത് നമുക്ക് അത്യാവശ്യമില്ലാത്ത വെയിറ്റിംഗ് ടൈം ഇല്ലേ? എസെൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? അത്യാവശ്യമായിട്ടുള്ളത്. നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമല്ലാത്ത വെയിറ്റിംഗ് ടൈം ഒഴിവാക്കണം. ഇപ്പൊ റേഡിയോളജിയില് നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റില് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയാൽ പോരെ, വെറുതെ പോയി അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മള് നോൺ എസെൻഷ്യൽ, അത്യാവശ്യമല്ലാത്ത വെയിറ്റിംഗ് ടൈം അവിടെ ഒഴിവാക്കണം എന്ന്. അനാവശ്യമായിട്ട് നമ്മൾ വെയിറ്റിംഗ് ചെയ്യണ്ട. നമുക്ക് ആവശ്യമില്ലാതെ, ആവശ്യത്തിന് മാത്രം. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് അവര് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യണം. അല്ലാതെ നമുക്ക് അത്യാവശ്യമല്ലാത്ത വെയിറ്റിംഗ് ടൈം നമ്മൾ ഒഴിവാക്കണം എന്നുള്ളത്. ഓക്കെ, നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡ്. അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഒഴിവാക്കുക. അവോയ്ഡ് എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ, ഒഴിവാക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? വെറുതെ പോയി അവിടെ ഇരിക്കണ്ടാന്ന്. ഓക്കെ, റെഡിയല്ലേ സിനി? ഓക്കെ, നമ്മൾ വെറുതെ ആവശ്യമില്ലാതെയൊക്കെ അവിടെ പോയി വെറുതെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യം എസെൻഷ്യൽ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം അവിടെ ഇരുന്നാൽ മതി. നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അത്യാവശ്യമല്ലാതെയുള്ള വെയിറ്റിംഗ് ടൈം ഒഴിവാക്കുക.
പിന്നെ നാലാമത്തെ പോയിന്റ് അല്ലേ പറയാൻ പറഞ്ഞത്, പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്. മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ അതായത് മെയിൻ്റെനൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് എന്താ നമ്മൾ മെയിൻ്റെനൻസ് കാര്യങ്ങൾ ചെയ്യണ്ടേ, എല്ലാം ആക്യുറേറ്റ് ആണോ, ക്ലിയർ ആണോ, വർക്കിംഗ് കണ്ടീഷൻ ആണോ. അപ്പൊ അങ്ങനെയുള്ള പ്രിവെന്റീവ് എന്ന് വെച്ചാൽ ഒരു പ്രതിരോധം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വരുന്നേക്കാളും മുന്നേ നമുക്ക് അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്കിങ് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ആ മെഷീനൊക്കെ നമ്മൾ കേടായിട്ടല്ല നന്നാക്കണ്ടേ, അത് അങ്ങനെ വരാതിരിക്കാനുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ മന്ത്ലി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഇടയ്ക്ക് പീരിയോഡിക് ആയിട്ട് മെഷീൻസുകളൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യും, ഇതൊക്കെ ചെയ്യണം. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും മെയിൻ്റെനൻസ്, പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ചെയ്യണം. മെയിൻ്റെനൻസ് അറ്റകുറ്റപ്പണി എന്നുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ളത് പ്രതിരോധമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് മൊത്തം കേടായിട്ട് നന്നാക്കണേക്കായും എന്താണ് അതും എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, പീരിയോഡിക് ആയിട്ട് നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത്. ഓക്കെ, തേർഡ് ഫോർത്ത് പോയിന്റ്സ് ഒന്ന് പറയാൻ പറഞ്ഞിരുന്നു. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ്സ് ഒന്നുകൂടി പറയണമെന്നുണ്ടോ, ക്ലിയർ അല്ലാത്ത ഉണ്ടോ? ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്താ ചോദിക്കാം, അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആ പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേര് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് പുതിയ ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭക്ഷണം കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരല്ലേ എല്ലാവരും അല്ലെ? ഡയറ്ററി സർവീസ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ, ഡയറ്ററി സർവീസ്. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ് ബ്ലാങ്ക് ആണ്, ഞാനൊന്ന് ഷെയർ ചെയ്തെടുത്തു കേട്ടോ. ഓക്കെ, ഈ ഒരു പേജ് ഇല്ലേ നിങ്ങളുടെ ടെക്സ്റ്റില്? ഫസ്റ്റ് പേജ് ബ്ലാങ്ക് എന്ന് പറഞ്ഞു ഇതില്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പേജ്, ഡയറ്ററി സർവീസ്. നമുക്കത് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണല്ലേ, അതിനേക്കാൾ നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ. നമ്മൾ ഏതൊക്കെ പഠിച്ചേന്ന് ഓർക്കണ്ട, ഇൻട്രൊഡക്ഷൻ മുതൽ ഓർക്കണ്ട, ഇടയ്ക്കിടയ്ക്കും നോക്കണം കേട്ടോ. നമ്മൾ പോരുന്ന ചാപ്റ്ററുകള് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഇത് കിട്ടും. ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ഹിസ്റ്ററി പഠിച്ചു, ബ്ലഡ് ബാങ്ക് പഠിച്ചു, CSST പഠിച്ചു, ഇനി ഏതാ റേഡിയോളജി. ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു അല്ലേ? എല്ലാവരും ഓർക്കണല്ലേ ഈ ചാപ്റ്ററുകളൊക്കെ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഏതൊക്കെ ചാപ്റ്ററുകളാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം അങ്ങനെ. ഇനി റേഡിയോളജി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഡയറ്ററി സർവീസസ്. ഡയറ്ററി എന്ന് പറഞ്ഞാൽ ഭക്ഷണക്രമം. ഡയറ്ററി സർവീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും ക്യാൻറ്റീൻ സർവീസുകളൊക്കെ കണ്ടിട്ടില്ലേ? ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക, ഇതാണ്. ഹോസ്പിറ്റൽ ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവർക്കും ഹോസ്പിറ്റലിൽ വരുന്നവർക്കും ഒക്കെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ. ഇതും ഒരു ഹോസ്പിറ്റലിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് അല്ലെ? അതപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ അവരുടെ ആരോഗ്യത്തിന്റെ അവരുടെ ഡിസീസ് എന്താണെന്നൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള ഫുഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതൊരു പേഴ്സണൽ ഒരു ശ്രദ്ധയും കൊടുക്കുന്നുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും അല്ല, എന്നെങ്കിലും ചില ഹോസ്പിറ്റലുകളൊക്കെ, എക്സാമ്പിൾ ആയിട്ട് അമൃത ഹോസ്പിറ്റൽ കേട്ടിട്ടില്ലേ? അമൃത ഹോസ്പിറ്റൽ ആയിട്ടല്ലേ? അവിടെയൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ പേഷ്യൻസ് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് അവരുടെ രോഗം എന്താണെന്നൊക്കെ നോക്കി ആ കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കി ഏതൊക്കെ ഭക്ഷണം അവർക്ക് കഴിക്കാം, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഫുഡൊക്കെ എന്താണ് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി സർവീസ് പറയുന്നത്. Dietary service എന്ന് പറഞ്ഞാൽ means providing food and drink to patient according to our order. ഓർഡർ അനുസരിച്ച് ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു
സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തായാലും ക്യാൻറ്റീനിലൊക്കെ പോകാതിരിക്കില്ല അല്ലെ. കുറെ നേരമൊക്കെ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒന്ന് പോയി ഒരു ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിക്കും അല്ലെ. ലഞ്ച് ടൈം ആണ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറിനെ ഒക്കെ കാണും കുറെ നേരം വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ തന്നെ സ്കാൻ ചെയ്തിട്ടൊക്കെ റിസൾട്ട് കിട്ടാനൊക്കെ സമയം കുറെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയി അതൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കും. അപ്പൊ നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുണ്ട് ഇത്. അപ്പൊ നമുക്ക് ക്യാൻറ്റീനിലൊക്കെ പോയി നമ്മൾ ഫുഡ് അല്ലേ പോയി ഫുഡൊക്കെ കഴിക്കാറില്ല. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട സമയത്ത് അല്ലെങ്കിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ നമുക്ക് പിന്നെ പുറത്തുനിന്നൊന്നും ഫുഡ് മേടിക്കണ്ട. നമ്മൾ ആ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ സമയത്തും അവർ ഫുഡ് നമ്മുടെ റൂമിലേക്ക് തന്നെ എത്തിച്ചു തരും. അതിനുള്ള ഒത്തിരി ഫെസിലിറ്റികൾ വരുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ ഒരു നല്ല ഒരു എന്താ പറയുക ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു പേഷ്യന്റ് according to an order. ഒറ്റ സെന്റൻസ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചവിടെ, അത് വേണമെങ്കിൽ ചോദിക്കാം. ഡാഷ് സർവീസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു പേഷ്യന്റ് ചോദിക്കാം. അപ്പൊ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റുകളും ഹൗസ് കീപ്പിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ഇതും പഠിക്കാനുണ്ട്. ലോണ്ടറി ആൻഡ് ലീനൻ, ഡയറ്ററി, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടാവും. ഫുഡ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്ററി ആണ് കേട്ടോ. ഡയറ്ററി സർവീസ് ഒരു സെന്റൻസ് അവിടെ ഒന്ന് എഴുതി വെച്ചോ. ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ്. Dietary service means providing, PROVIDING, providing food and drink to a patient, food and drink to a patient according to an order. According to an order. Order അനുസരിച്ച് പേഷ്യൻസിന് ഫുഡും ഡ്രിങ്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ്. Introduction, okay. Hospital dietary service is a service that meets the needs of patient coming from outside regarding the diet recommendation and food counseling based on their need while taking their kind and the nature of disease consideration. ഒന്നുകൂടി പറയാമോ എന്ന് പറഞ്ഞാൽ എന്താ ഡയറ്ററി സർവീസിന്റെ ആ ഡെഫിനിഷൻ ആണോ? ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. Dietary service means providing food and drink. Providing food and drink to a patient according to an order. According to an order. ORDER. Order അനുസരിച്ച് പേഷ്യൻസിന് ഫുഡും ഡ്രിങ്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിനകത്ത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ച് എഴുതാലോ. ഏതാണ്? ഡയറ്ററി സർവീസ് ആണ്. ഡയറ്ററി സർവീസ്. ഡയറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കാം ഫുഡ് എന്നാണ് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇതിപ്പോ ഡെഫിനിഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. എന്താന്ന് വെച്ചാൽ നമുക്ക് മീനിങ് ഒന്നും ചോദിക്കില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് അതിന് ഡെഫിനിഷൻ ഒന്നും ചോദിക്കൊന്നുമില്ല. അവിടെ ക്വസ്റ്റ്യൻ തരും, വിച്ച് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു പേഷ്യന്റ്, അങ്ങനെ ചോദിക്കാം. എന്നിട്ട് അപ്പൊ നമുക്കറിയാലോ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഡയറ്ററി എന്ന് ഓർക്കാം. അതിന്റെ ഓപ്ഷൻസും ഉണ്ടാവും, 4 ഓപ്ഷനും കൊടുക്കും. അപ്പൊ നമ്മൾ ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഡയറ്ററി സർവീസ്. നോക്കിയേ, ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ is a service that meet the needs of patient coming from outside. പുറമേ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇൻപേഷ്യന്റും അവർക്കുടെ ആവശ്യങ്ങള് നിറവേറ്റി കൊടുക്കുന്ന, മീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മീറ്റ് ദ നീഡ്സ്, അവരുടെ ആവശ്യങ്ങള് നിറവേറ്റി കൊടുക്കുന്ന ഒരു സർവീസ് ആണ്. റിഗാർഡിംഗ് ഡയറ്റ് റെക്കമെൻഡേഷൻ ആൻഡ് ഫുഡ് കൗൺസിലിംഗ്. എങ്ങനെയാ? ഡയറ്റിന്റെ ശുപാർശയ്ക്ക് അനുസരിച്ച് ആൻഡ് ഫുഡ് കൗൺസിലിംഗ്. ഇപ്പൊ കൗൺസിലിംഗ് അനുസരിച്ച് ഇപ്പൊ നമ്മള് എന്താ അമിതമായിട്ടുള്ള വെയിറ്റ് ആണ്, അല്ലെങ്കിൽ പ്രമേഹമാണ്, ഡയബറ്റീസ്, അപ്പൊ അവർക്കിലേക്ക് ഫുഡൊക്കെ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യണം. അതായത് ആ ഡയറ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഫുഡ് കൗൺസിലിംഗ് ഇതിന്റെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ്. ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ് വൈൽ ടേക്കിംഗ് ദെയർ കൈൻഡ് ആൻഡ് നേച്ചർ ഓഫ് ഡിസീസ് കൺസിഡറേഷൻ. അവരുടെ രോഗത്തിന്റെ തരം എന്താണ് ആ രോഗത്തിന്റെ നേച്ചർ, സ്വഭാവം എന്താണ്, ഏത് രോഗമാണ് എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു
എന്താ ഡയറ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് ഈ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ അതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ അമൃതയിലൊക്കെ നിങ്ങൾക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം, എന്താ പറയാ, അവരുടെ ഓരോ ഇൻഡിവിജ്വലിനും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓരോ പേഷ്യന്റിനെയും രോഗമൊക്കെ എന്താണ്, ആ രോഗത്തിന്റെ നേച്ചർ എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് പോലെ ഫുഡ് ആവുന്നില്ല വേറെ ആർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, ഇപ്പൊ ഡയറ്റീഷ്യന്റെ ഒക്കെ ഇതനുസരിച്ച് നമുക്ക് ഏതൊക്കെ ഫുഡ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കി അതിന് ബേസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ രോഗമൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഡയറ്ററി സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ്. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ദ ഡയറ്റ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. സയൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു ഡയറ്റിൽ കൂടെ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. അങ്ങനെയുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ്. റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാന്ന്. റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്, നമ്മുടെ ഒരു ആരോഗ്യം പുനഃസ്ഥാപിക്കാൻ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഇതിക്കൂടെ നമ്മുടെ ആ ഒരു ഡയറ്റിൽ കൂടെ തന്നെ, ഡയറ്റിൽ കൂടെ മരുന്നിന്റെ ഒപ്പം തന്നെ ഫുഡിലും എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. ഫുഡും ഒക്കെ ഒപ്പം നമ്മളിപ്പോ എന്താ ചില രോഗങ്ങൾക്ക് നമ്മൾ മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ, അതിന്റെ ഒപ്പം തന്നെ ഫുഡ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചിലർക്ക് ഇതിനകത്ത് ചില ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അത് എന്താ, ആ മരുന്നിന്റെ ഒപ്പം തന്നെ ആ ഫുഡിലും കൂടി ഒന്ന് ശ്രദ്ധ ചെലുത്തി നമ്മുടെ ഒരു ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു സർവീസ് ആണ്, ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഈ ഡയറ്ററി സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യന്റ് ഹു ആർ റിസീവിംഗ് ട്രീറ്റ്മെന്റ് to the hospital regarding the use and the benefit of various food and the healthy diet. Okay, educating the patients നെ educated ആക്കുന്നു, അവർക്ക് നല്ലൊരു അറിവ് കൊടുക്കുക ചെയ്യുന്നത്. who are receiving treatment at the hospital. ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് ചെയ്യൂലേ, ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ആ ഒരു സമയത്ത് പേഷ്യൻസിന് ഒരു എഡ്യൂക്കേറ്റഡ് ആക്കുന്നു. at the hospital regarding use and benefits of various food and healthy diet. പലതരത്തിലുള്ള ഫുഡ് അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ പലതരത്തിലുള്ള ഫുഡ്, അതിന്റെ ഉപയോഗം എന്നിവയെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു പേഷ്യൻസിനെ എന്താക്കുന്നു, ഒരു എഡ്യൂക്കേറ്റഡ് ആക്കുന്നു. അവർക്ക് നല്ലൊരു അറിവ്, ഹെൽത്തി ഡയറ്റ് എന്താണ്, അതിന്റെ പ്രധാനം എന്താണ്, നമ്മൾ ഇന്ന ഫുഡൊക്കെ പലതരത്തിലുള്ള ഫുഡ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അങ്ങനെ എന്താ പേഷ്യൻസിന് ഒരു നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുന്നു. നോക്കിയേ, ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞ എന്താ, contain adequate amount of all the necessary nutrients required for healthy growth and activity. നമ്മുടെ ഹെൽത്തി ഗ്രോത്ത്, നമ്മുടെ ആക്ടിവിറ്റി, പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ നെസസറി ന്യൂട്രിയൻസും കറക്റ്റ് അളവില് അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതാണ് ഹെൽത്തി ഡയറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, contain adequate amount of all the necessary nutrients required for healthy growth and activity. നമ്മുടെ നമ്മുടെ ആരോഗ്യപ്രദമായിട്ടുള്ള നല്ലൊരു വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ട നമ്മള് അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അതിന്റെ കറക്റ്റ് അളവില് ഉള്ള ആ ഒരു ഫുഡ്, അതാണ് ഹെൽത്തി ഡയറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A nutritious diet is one that promotes or maintains good health. അണ്ടർലൈൻ ചെയ്തിട്ടേ ആ സെന്റൻസ്. നല്ലൊരു ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനോ, പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക, ഓർ മെയിൻറ്റെയിൻ നിലനിർത്തുക, നല്ലൊരു ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ ആയ ഒന്നാണ് എന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ഡയറ്റ്, ഒരു പോഷകാഹാരം എന്നത്. A nutritious diet is one that promotes or maintains good health. നല്ലൊരു ആരോഗ്യം പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുന്നതിനോ മെയിൻറ്റെയിൻ നിലനിർത്തുന്നതോ ആയ ഒന്നാണ് ഒരു നല്ലൊരു പോഷകാഹാരം. അണ്ടർലൈൻ ചെയ്തിട്ടോ, അതിനകത്ത് ഇവിടെ ചോദിക്കാട്ടോ, ഡാഷ്
dash is one that promote or maintain good health. The nutritious diet. Nutritious diet. നല്ലൊരു പോഷകാഹാരം എന്ന് പറഞ്ഞത് നല്ലൊരു ആരോഗ്യം നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതായ ഒന്നാണ്. എല്ലാവരും നല്ല ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നവരുണ്ടോ? ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നവരുണ്ടോ അവിടെ? ഡയറ്റീഷ്യന്റെ ഒക്കെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഫുഡൊക്കെ കഴിക്കുന്നവരുണ്ടോ? ആഷ്ലി അച്ചു? നോ, ഇല്ല. ഇത് കൺട്രോൾഡ് ആയിട്ടുള്ള, പിന്നെ ചില രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഫുഡ് ഡയറ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് വേണ്ട ഭക്ഷണം കഴിക്കാൻ. നമുക്ക് തോന്നിയ രീതിയിലുള്ള ഭക്ഷണം ഒന്നും വാരി വലിച്ചൊന്നും കഴിക്കാൻ പാടില്ല. ഡയറ്റീഷ്യന്റെ കറക്റ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് വേണം ഫുഡ് കഴിക്കാനായിട്ട്. അത്രയൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ, ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് എന്താണ് ഡയറ്ററി സർവീസ് എന്താന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് നമ്മുടെ ലാസ്റ്റ് സെന്റൻസ് ഹെൽത്തി ഡയറ്റ് എന്നുള്ളത് അവിടെ കാട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. contain adequate amount of all the necessary nutrients required for healthy growth and activity. The last sentence അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അപ്പൊ അവിടെ എങ്ങനെ നമ്മള് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ രോഗം എന്താണ്, ആ രോഗത്തിന്റെ നേച്ചർ എന്താണ്, അതിന്റെ ഡിസീസ് ഏത് തരത്തിലുള്ള ഡിസീസ് ആണ് എന്നുള്ളതിനൊക്കെ കൺസിഡർ ചെയ്തിട്ട് നല്ലൊരു ഫുഡ് കൗൺസിലിങ്ങിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഡയറ്റ് റെക്കമെൻഡേഷൻ അനുസരിച്ച് സംബന്ധിച്ച് പേഷ്യൻസിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരു സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ. പിന്നെ അത് ചോദിക്കാം ഇങ്ങനെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡയറ്ററി സർവീസ്, അല്ലെങ്കിൽ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡയറ്ററി സർവീസ്. ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോക്കാം നമുക്ക്. ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽ. ന്യൂട്രീഷ്യസ് എന്ന് പറഞ്ഞാൽ നല്ല ന്യൂട്രിയൻസ് ഉള്ള, ഡിലീഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നല്ല ഡിലീഷ്യസ് ഫുഡ് ആയിരുന്നു, എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്, രുചികരമായിട്ടുള്ളത്, രുചികരമായ ആൻഡ് ഹെൽത്തി മീൽ വൈൽ റിറ്റൈനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ. ഇതെങ്ങനെയാ അവിടെ ഉണ്ടാക്കുന്നേ? അത് പ്രത്യേകിച്ച് പേഷ്യൻസിനൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതനുസരിച്ച് നല്ലൊരു ഹൈജീൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ്, നല്ലൊരു നീറ്റ് ആയിട്ടൊക്കെ വേണം ഇതൊക്കെ ഇതാക്കാനായിട്ട്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഹൈജീൻ നിലനിർത്തിക്കൊണ്ട് നമ്മള് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡിലീഷ്യസ് ഹെൽത്തി മീല് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. നല്ല ഭക്ഷണം ഉണ്ടാക്കുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മീല് പ്രൊവൈഡ് ചെയ്യുക. അതെങ്ങനെയാ? നല്ല സ്റ്റാൻഡേർഡ് ഹൈജീൻ നിലനിർത്തണം. പ്രൊഡക്ഷൻ, ഡെലിവറി, സാനിറ്റേഷൻ ടു ഓൾ പേഷ്യൻസ്. അതുപോലെ തന്നെ ഡെലിവറിയും അതുപോലെ തന്നെ അല്ലെ, നല്ല സാനിറ്റേഷൻ, നല്ല രീതിയിൽ നമ്മൾ പേഷ്യൻസിന് അത് നല്ല ഫുഡൊക്കെ ആണെങ്കിലും നല്ല എന്താ പറയാ നല്ല കവർ ചെയ്തും ഒക്കെ നല്ല നീറ്റായിട്ടാണ് അവർ കൊണ്ടുവരുന്നത് അല്ലെ. അതൊക്കെ നമ്മൾ ആ സർവ് ചെയ്യുന്നതിനും നമുക്ക് കൊണ്ടുവരുന്നതിനും ഫുഡൊക്കെ ആണെങ്കിലും നമ്മളിപ്പോ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ അവരുടെ പാത്രമൊക്കെ നല്ല രീതിയിൽ ഡെലിവറി നടത്തുന്നു. നല്ല സ്റ്റാൻഡേർഡ് ഹൈജീൻ ഫോളോ ചെയ്തുകൊണ്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി മീൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് അത്രയൊന്നും അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽ. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താ? ഇവാലുവേഷൻ ഓഫ് ഡയറ്റ് പ്ലാനിങ്. വിലയിരുത്തുക, ഡയറ്റ് പ്ലാനിങ്, ഭക്ഷണ ആസൂത്രണം. ഇവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താ? വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തല്. ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്, വിലയിരുത്തലും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനിങ്, ഭക്ഷണ ആസൂത്രണവും. പിന്നെ മൂന്നാമത്തെ ലക്ഷ്യം എന്താ? കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. അതായത് കലോറി, എത്ര കലോറി നമുക്ക് അതിന്റെ ആ കലോറി ആവശ്യകതകളും
പോഷകാഹാര ആസൂത്രണവും കണക്കാക്കുന്നു. അതാണ് നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലിന് അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് എത്രമാത്രം കലോറി ഇനി അവർക്ക് ആവശ്യമുണ്ട്, അങ്ങനെ ആ ഒരു നല്ലൊരു പോഷകാഹാര ആസൂത്രണവും കണക്കിലെടുക്കുന്നു. ഓരോരുത്തർക്കും ഇനി എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് കുറവുള്ളത് അതൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത നോക്കിയ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റന്റ് ഫോർ പേഷ്യൻസ്. പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റന്റ് അതായത് എന്താന്ന് പറഞ്ഞത് ഇൻഡിവിജ്വൽ എന്താ പറഞ്ഞ ഇൻഡിവിജ്വൽ. പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ, വ്യക്തിപരമായിട്ട് ഒരു നമ്മള് ഓരോ ഇൻഡിവിജ്വലിനും അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. പേഴ്സണലൈസ്ഡ് ഇൻഡിവിജ്വൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് ഫോർ പേഷ്യൻസ്. അടുത്ത് നോക്കിയ OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ്. OP എന്ന് പറഞ്ഞ എന്താ ഔട്ട് പേഷ്യന്റ്, IP ഇൻപേഷ്യന്റ്. OP IP ഡയറ്റ് കൗൺസിലിംഗുകൾ കൊടുക്കുന്നുണ്ട്, ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. Then training for items in dietetics. Dietetics എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ്. A branch of knowledge concerned with the diet. A branch of knowledge concerned with the diet. ഭക്ഷണത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖ. എന്താ ഭക്ഷണക്രമത്തിലെ ഐറ്റത്തിനുള്ള പരിശീലനം. ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഭക്ഷണക്രമത്തിലെ ഓരോ ഐറ്റത്തിനുള്ള ഒരു പരിശീലനം, ട്രെയിനിങ്. ഇത്രയാണ് അതിനകത്ത് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. എന്തായാലും നമ്മൾ ഏകദേശം ഫുഡുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന പോയിന്റ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ആർക്കും മാറിപ്പോവില്ല. അപ്പൊ ഒബ്ജക്റ്റീവിൽ ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അതാണ് ആ ഒരു സെക്ഷനിൽ നിന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഞാൻ ഓരോന്ന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വരെയും പറയുന്നുണ്ട്. നിങ്ങൾ അതനുസരിച്ച് ആ ഒരു സെക്ഷനിൽ ആ രീതിക്ക് പഠിക്കാൻ വേണ്ടിയാട്ടോ. നിങ്ങൾക്കും ഒരു എന്താ പറയാ ഒരു ഏത് രീതി ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ ഈ രീതിയിൽ അത് സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് പോകുന്നത്. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ പോരെ? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോരാൻ പറ്റുന്നില്ലേ ക്ലാസ്സിലൊക്കെ? ഓക്കെ. അപ്പൊ ആ രണ്ട് രീതിയിൽ നിങ്ങൾ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ. എന്തായാലും അത് വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എല്ലാം ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ഡയറ്റീസ് സർവീസിന്റെ ഒബ്ജക്റ്റീവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം. ഫസ്റ്റ് പറഞ്ഞു നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല ഡിലീഷ്യസ് രുചികരമായിട്ടുള്ള ഹെൽത്തി മീല് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഡയറ്റ് പ്ലാനിങ്, ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്, വിലയിരുത്തൽ, ഭക്ഷണ ആസൂത്രണവും. പിന്നെ അടുത്തത് കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷൻ കെയർ പ്ലാനിങ്. കലോറി ആവശ്യകതകളും പോഷകാഹാര ആസൂത്രണവും കണക്കിലാക്കുന്നു. പിന്നെ പേഴ്സണലൈസ്ഡ് ഇൻഡിവിജ്വൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് അവിടെ കൊടുക്കുന്നു. ഇൻഡിവിജ്വൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പേഷ്യൻസിന് കൊടുക്കുന്നു. പിന്നെ IP OP ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ഡയറ്റ് കൗൺസിലിംഗുകൾ കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഭക്ഷണത്തെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാഖ. ഡയറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഒരു ശാഖയാണ് ഡയറ്ററ്റിക്സ്. ഡയറ്ററ്റിക്സില് ഐറ്റത്തിനുള്ള ഒരു ട്രെയിനിങ്. അത്രയും ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആണോ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്തത് ഡയറ്റീഷ്യൻ ആണ്. ഓക്കെ. ബാക്കി നോക്കാം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് കാര്യത്തിന് വൈകി ഇവിടെ ഇതൊന്ന് ഷെയർ ചെയ്തിടാനും റെക്കോർഡ് ആവാനും ഇത്തിരി സമയമായി. അതുകൊണ്ടാണ് വൈകി കേട്ടോ ക്ലാസ്സിൽ. 4 മിനിറ്റ് വൈകിയ നമ്മൾ ക്ലാസ്സിൽ കയറിയത്. റെക്കോർഡ് ആവാനായിട്ട് ചിലപ്പോൾ നെറ്റിന്റെ ഒക്കെ ഇത് പ്രശ്നമുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല. എന്തോ വൈകിയാണ് ക്ലാസ് ഇതായത്. ഇനിയിപ്പോ അടുത്ത് എന്തായാലും എടുക്കുന്നില്ല. നിങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം കേട്ടോ. ഓക്കെ. ഒരു കാര്യം ഇത്രയും നമ്മൾ കുറച്ചേ പഠിച്ചുള്ളൂ. അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു വെക്കാം കേട്ടോ. ഓക്കെ. ഒരുപാട് അങ്ങോട്ട് ഒടിച്ചു പോകുന്നില്ല. അപ്പൊ എടുക്കുന്ന അത്ര നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു സെക്ഷനേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് പഠിക്കാം. ഇന്ന് തന്നെ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കാം. ആകെ 2 പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. ഇന്നത്തേക്ക് ക്വസ്റ്റ്യൻസ് തരാം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഇല്ലേ, അതെല്ലാ ദിവസവും നിങ്ങൾ നോക്കുക കേട്ടോ. എല്ലാ ദിവസവും 5 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക.
അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരുവിധം പഠിച്ചു പോകാം അതിന്റെ ഒപ്പം തന്നെ. മോക്ക് ടെസ്റ്റ് എന്തായാലും ആരും മിസ്സാക്കരുത്, എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.